നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതും തലമുറകളുടെ വിവാഹത്തിന് വേദിയായതുമായ നഗരഹൃദയത്തിലെ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായവരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സോണി ജെ കല്യാൺകുമാർ. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. തെരുവ് നായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലെ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. നിലവിൽ 25 കിടക്ക സൗകര്യമുള്ളതിൽ 10 കൂടി വർദ്ധിപ്പിച്ച് 35 കിടക്ക സൗകര്യമൊരുക്കുന്നതോടെ ICU കിടക്കകൾ ലഭിക്കാതെ അത്യാസന്ന നിലയിലുള്ള രോഗികളെ മറ്റാശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന് കുറച്ചെങ്കിലും പരിഹാരമാകും. അടിയന്തരമായി ICU കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കാട്ടി HS സലാം MLA ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മെഡിസിൻ വിഭാഗത്തിൽ കിടക്ക സൗകര്യം വർദ്ധിപ്പിക്കാൻ അവസരമൊരുങ്ങിയത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കേരള ചേരമാർ സംഘത്തിന്റെ 50ാം സംസ്ഥാന സമ്മേളനം മെയ് 18-19 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രതിനിധി സമ്മേളനം, മഹിളാ യുവജന സമ്മേളനം, സെമിനാറുകൾ, പൊതുസമ്മേളനം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ജാതി സെൻസസ് നടപ്പാക്കുക, സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നീ ആവശ്യമാണ് സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. ഈ മാസം 18 ആലപ്പുഴ പുളിമൂട്ടിൽ ഹാളിൽ സംഘടിപ്പിക്കുന്ന പ്രതിനിധി സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. 19-ാം തീയതി രാവിലെ ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന മഹിളാ യുവജന സമ്മേളനം ചിന്തകനും പ്രഭാഷകനുമായ സണ്ണി M കാപ്പിക്കാട് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കും. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കും. IR സദാനന്ദൻ, തങ്കച്ചൻ ഇല്ലിച്ചിറ, മിനി ബാലചന്ദ്രൻ, സന്തോഷ് കുമാരി, O അച്യുതൻ, AK ബിജു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ഐക്യം എന്നുള്ളതാണ് സംഘടനയുടെ ഒരു പൊതു ഉദ്ദേശം. എന്നാൽ അതിന് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. എങ്കിലും അത്തരത്തിലുള്ള ചിന്തകളും ചർച്ചകളും ഞങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 50ാം സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് മെയ് 18-19 തീയതികളിലാണ് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനമാണ്. 2ാമത്തെ ദിവസം ആണ് 10-30. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതും തലമുറകളുടെ വിവാഹത്തിന് വേദിയായതുമായ നഗരഹൃദയത്തിലെ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായവരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സോണി ജെ കല്യാൺകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതും തലമുറകളുടെ വിവാഹത്തിന് വേദിയായതുമായ നഗരഹൃദയത്തിലെ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായവരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സോണി ജെ കല്യാൺകുമാർ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. 1921 എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പൻ ശ്രീ കല്യാണിപ്പിള്ള ആരംഭിച്ച കല്യാണി കമ്പനി എന്ന കയർ ഫാക്ടറി 1983 എൻ്റെ പിതാവ് ശ്രീ KS ജനാർദ്ദൻ, അദ്ദേഹം ആലപ്പുഴ പഴയ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഞാനത് കല്യാണി ഓഡിറ്റോറിയമായിട്ട് നമ്മളത് നവീകരിച്ച് ഓപ്പൺ ചെയ്തത്. ഇത് ഈ അവിടെ കല്യാണം നടന്ന ആൾക്കാർ എല്ലാവരെയും കൂടെ
സമാഹരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ, ഒരു പരിപാടി നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പരസ്യവും പിന്നെ ബൈ വേർഡ് ആൻഡ് മൗത്ത്, ഇപ്പം ആൾക്കാർ അവിടെ എൻ്റെ അളിയൻ്റെ കല്യാണം ഇവിടെയായിരുന്നു, അല്ലെങ്കിൽ ചേട്ടൻ്റെ കല്യാണം ഇവിടെയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെയാണ് ഇപ്പോൾ ഒരു 167 പേരോളം നമ്മൾ അവിടെ 1921 മുതൽ കയർ കയറ്റുമതി കമ്പനിയായിരുന്ന ഇടമാണ് 1983 കല്യാണി ഓഡിറ്റോറിയമായി മാറ്റിയതെന്നും അന്നു മുതൽ 42 വർഷത്തിനിടെ 800-ലധികം വിവാഹം നടന്നതായും സോണി ജെ കല്യാൺകുമാർ പറഞ്ഞു. അത്തരത്തിൽ കല്യാണി ഓഡിറ്റോറിയത്തിൽ വിവാഹം നടന്ന കുടുംബങ്ങളുടെ സംഗമമാണ് ഈ മാസം 18-ന് വൈകിട്ട് 4 മണി മുതൽ നടത്തുന്നതെന്നും നിലവിൽ 160-ലധികം പേർ ഇതിനോടകം രജിസ്റ്റർ ചെയ്തതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ഓഡിറ്റോറിയം മാനേജർ ബി ശ്രീകുമാറും ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി. CPIM അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന അമ്പലപ്പുഴ പുതുവൽ കോമനയിൽ അന്തരിച്ച ആർ രാജേഷിന്റെ കുടുംബത്തിന് നിർമ്മിച്ച വീടിന്റെ താക്കോൽ മന്ത്രി സജി ചെറിയാൻ കൈമാറി. രാജേഷിന്റെ ഭാര്യ അജിത, മകൻ അജേഷ് എന്നിവർ മന്ത്രിയിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി. ഒരു പാർട്ടിയും ചെയ്യാത്ത മാതൃകാപരമായ ഒരു പ്രവർത്തനം ഈ കേരളത്തിലെ CPMന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ 2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിൽ 90% വീടുകളും പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്തു എന്നത് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ LC സെക്രട്ടറി അരുൺ പറഞ്ഞത് ഞങ്ങൾ പണിയുന്ന രണ്ടാമത്തെ വീട്. ഇതാണ് കേരളത്തിലെ CPM എന്ന് പറഞ്ഞൊരു മാതൃക. മറ്റൊരു പാർട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞങ്ങൾ 1000 വീട് വെച്ച് കൊടുക്കുമെന്ന് പറയാം, പക്ഷെ വീട് വെച്ച് കൊടുത്ത് നടത്തില്ല. 2500 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ 2400 വീടുകൾ വെച്ച് കൊടുക്കാൻ തയ്യാറായ ഒരു പാർട്ടി, ജനങ്ങളുടെ പാർട്ടി എന്ന നിലയിൽ ഇന്നും കേരളത്തിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതിന്റെ കാരണം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നുണ്ട് മാത്രമാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയ സർക്കാരാണിത്. പിണറായി വിജയൻ സർക്കാർ തുടക്കം കുറിച്ച ലൈഫ് മിഷൻ പദ്ധതി വഴി 4.65 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറി. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിൽ ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ 5.5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കും. ഇതിനു പുറമെ സംസ്ഥാനത്താകമാനമുള്ള CPIMന്റെ 2500 ലോക്കൽ കമ്മിറ്റികൾ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ പൂർത്തീകരിച്ച 2400 വീടുകളുടെ താക്കോലും കൈമാറി. ഇത്തരം കാര്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും വാഗ്ദാനങ്ങളിൽ മാത്രം ഒരുക്കുമ്പോൾ ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതാണ് CPIMന്റെ മാതൃകയെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. വീടിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ A. ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാം, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R. രാഹുൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ C. ഷാംജി, AP. ഗുരുലാൽ, K. മോഹൻകുമാർ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ P. അരുൺകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല എന്നും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ABC ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും തെരുവ് നായ്ക്കളെ കൃത്യമായി വന്ധീകരണം നടത്തണമെന്ന സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പോലും തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്നില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മെയ് 15 മുതൽ ജൂൺ 15 വരെയുള്ള ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക, ഓരോ ജീവനും വിലപ്പെട്ടതെന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്നും ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിലും പ്രകടനവും ധർണയും നടത്തുവാൻ തീരുമാനിച്ചതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പ്രതിപാദിക്കുന്നത് വളരെ അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ ഇത്തരം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓർഗനൈസേഷനുമൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, തെരുവിൽ അകപ്പെട്ടിരിക്കുന്ന ഇത്തരം ജീവികളെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കഞ്ഞിപ്പുര, ഗോശാല
ഇതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാക്കി അവയെ അവിടെ വളർത്തുകയും അതുപോലെ തന്നെ പ്രത്യുത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെറിലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും അവർക്ക് ആവശ്യമായ സുഭിക്ഷമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ കേരളത്തിൽ അത്തരമൊരു കാര്യത്തിന് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ് ദയനീയമായ സാഹചര്യം. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ വേദി എന്ന നിലയിൽ റെസിഡൻറ്റ് അസോസിയേഷനുകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചില പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കമാലം മക്കീൽ, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി BR ഭദ്രൻ, ജില്ലാ ട്രഷറർ ബിജു സാരംഗി, ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ, വൈസ് പ്രസിഡന്റ് KN അനിരുദ്ധൻ, സെക്രട്ടറിമാരായ അൻഷാദ് അരൂർ, G അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ. കേരള ചേരമാർ സംഘത്തിന്റെ 50-ാം സംസ്ഥാന സമ്മേളനം മെയ് 18, 19 തീയതികളിലായി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളതും തലമുറകളുടെ വിവാഹത്തിന് വേദിയായതുമായ നഗരഹൃദയത്തിലെ കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹിതരായവരുടെ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സോണി J കല്യാൺകുമാർ. അമ്പലപ്പുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പുതുവൽ കോമനയിൽ അന്തരിച്ച R രാജേഷിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിന് തുടക്കം കുറിക്കുമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.